പ്രാവിനെ പോൽ രണ്ടു ചീറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നിന്റെ മണവാളൻ സന്നിധോ. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. മുട്ടുകുത്തും, നിർബന്ധിതരായി മാറും. ഇസ്രയേലും ഇസ്രയേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളും വളരെ കഠിനമായ ഒരു നിർബന്ധിതമായ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ആ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോഴാണ് ഇസ്രയേൽ ആയുധങ്ങൾ താഴെ വെച്ച് സ്വൈരമായിരിക്കും. ഇന്ന് അവർക്ക് ആയുധം താഴെ വെക്കാൻ ഒക്കില്ല. നിങ്ങൾ ഇപ്പോൾ 3-4 ദിവസം മുമ്പുള്ള വാർത്ത വായിച്ചോ? നെതന്യാഹു അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞു, ഒരാൾ പോലും അവധിയെടുക്കുകയോ ഒരാൾ പോലും ഇവിടെ കാണാതിരിക്കുകയോ ചെയ്യരുത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ കൂടെയുള്ള അലൈഡ് കൺട്രീസ് ആണ്. ഇനി ഈ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന രാജ്യങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ആരാണ്? ഈ ദൈവം 2600 വർഷം മുമ്പ് തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങളുടെ പേരാണ് എടുത്തു പറഞ്ഞു. ഇന്നത്തെ സംഭവം അതല്ലേ? നിങ്ങൾ നോക്കിക്കേ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 5-ാം വാക്യം, ഒട്ടൊഴിയാതെ തലക്കോരി ധരിച്ച പാർസികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യ എനിക്ക് എടുക്കണമെന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ എടുക്കാം. ഞാൻ ഈ സൺഡേ മിനിസ്റ്റർ ചെയ്യണം. എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് എന്താ ഈ പേർഷ്യക്ക് ഇത്ര പ്രാധാന്യത, അല്ലെങ്കിൽ എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത് സൺഡേയിലൊന്ന് എടുത്താൽ എന്താന്ന് ഒരു പ്രേരണ മനസ്സിലുണ്ട്. ദൈവം എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം. പേർഷ്യയുടെ പുറകിൽ ഒരു വലിയ ശത്രുവുണ്ട്. ദാനിയേൽ 10 വായിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു, പ്രിൻസ്. ഓരോ രാജ്യത്തിന് അസൈൻ ചെയ്ത ശത്രുക്കളുണ്ട് പൈശാചികന്റെ. അവിടെ എഴുതിയിരിക്കുന്ന ഗബ്രിയലിനെ തടഞ്ഞു നിർത്തിയ ഒരുത്തനാണ്. അപ്പൊ അവൻ വലിയ ശക്തനാണ്, അവനാണ് കൊലപാതകൻ. നോക്കുക, അവിടെ 49-ലെ വിപ്ലവത്തിൽ കൊന്നു കുറെ പേരെ. ഇപ്പം കൊന്നുകൊണ്ടിരിക്കുന്നു. കൊന്നവരെയാ ഇപ്പോഴും കൊല്ലുന്നേ. എന്ന് പറഞ്ഞാൽ ഇവരാ IRGC ആണ് ആളുകളെ കൊന്നത് 49-ല്. ഇപ്പോൾ IRGC അവർക്ക് വേണ്ടി നിന്നവരെ കൊല്ലുകയാണ്. ആരാ ഇതിന്റെ പുറകില്? പാർസി രാജ്യത്തിന്റെ പ്രഭുവാണ്. ഇവര് തീവ്രവാദ ഈ ടെററിസം കയറ്റി അയക്കുന്ന ഹെസ്ബുള്ളയും ഹാമാസും ഹൂത്തികൾക്കും ഒക്കെ പണം കൊടുത്ത് അവരെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുള്ള ബന്ധത്തിൽ നടക്കേണ്ട ചില വിഷയങ്ങളാണ് നമ്മളവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എസെക്കിയേൽ പ്രവചനം 33 തൊട്ട് ഏതാണ്ട് 39 വരെയുള്ള 33 തൊട്ട് അവസാനം വരെ യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ബന്ധത്തിലും വന്ന ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. 33 തൊട്ട് 39 വരെ യഹൂദന്റെ റീസ്റ്റോറേഷനും 40-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ബഹുത്വ പ്രത്യക്ഷതയും അവൻ വന്നു കഴിഞ്ഞാൽ യഹൂദന് അവരുടെ മില്ലിനിയൽ ടെമ്പിൾ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു ദേവാലയം പണിയപ്പെടുന്നതും അവിടെ നടക്കുന്ന ആരാധനയുള്ള ബന്ധത്തിലും അതിന്റെ ശേഷം യഹൂദന് ഭൂമി 12 ഗോത്രത്തിന് ഭാഗിച്ചു കൊടുക്കുന്നതൊക്കെയാണ് അതിന്റെ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കർത്താവിന്റെ വരവും മില്ലേനിയൽ ടെമ്പിൾ റീബിൽഡിങ്ങും ഒക്കെ 40th ചാപ്റ്റർ തൊട്ടാണ്, 40-ാം അധ്യായം തൊട്ടാണ്. എന്നാൽ 33 തൊട്ട് റീസ്റ്റോറേഷൻ ഓഫ് ഇസ്രയേലിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. അതിൽ വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗങ്ങൾ. വളരെ പ്രസക്തമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, അന്ത്യകാലം എന്നുള്ള പ്രയോഗത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലം എന്ന് പറയുന്നത് ഈ പ്രവചനത്തിൽ മശീഹയുടെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ്. ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല, വേണമെങ്കിൽ ഒരു വാക്യമോ വല്ലോ ഒന്ന് നോക്കിക്കോ. എസെക്കിയേൽ 37 നമ്മള് 33 തൊട്ടാണ് വായിക്കുന്നത്. 37-ന്റെ 21-ാം വാക്യം നോക്കിക്കേ. 21-ാം വാക്യം, പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു,
ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരുന്ന ജാതികളിൽ നിന്ന് കൂട്ടി 4 പുറത്തുനിന്നും സ്വരൂപിച്ച് സ്വന്തം ദേശത്ത് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെ ഏകജാതിയാക്കും. അപ്പം ആഗോളമായ അവരുടെ ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ ചിതറിപ്പോക്കിന്റെ ശേഷം ദൈവം അവരെ മടക്കി കൊണ്ടുവരുന്ന കാര്യം റിസ്റ്റോറേഷൻ ഓഫ് ഇസ്രയേൽ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇസ്രയേലിനെ മടക്കി കൊണ്ടുവരുമ്പോൾ ഈ നമ്മള് അന്ത്യകാല സംഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യത അർഹിക്കുന്ന ഒരു വിഷയം ദൈവത്തിന് അറിയാം. ദൈവം അതുകൊണ്ട് 5 അധ്യായങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ അതാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കാം. യെശയ്ക്കേൽ പ്രവചനം 35-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് സെയീർ പർവ്വത നിവാസികളോടാണ്. ആരാണെന്നൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. സെയീർ പർവ്വതം ഞാൻ ഏശാവിന് കൊടുത്തിരിക്കുന്നു. ഏശാവിന്റെ വംശം പാർക്കുന്നത് സെയീർ പർവ്വതത്തിലാണ്. നമ്മളത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഉൽപ്പത്തി 36-ന്റെ 8-ാം വാക്യം, ആവർത്തനം 2-ന്റെ ആദ്യത്തെ 5 വാക്യം അവിടെ വ്യക്തമാണ്. സെയീർ പർവ്വതം ഏശാവിന്റെ വംശങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ജോർദാന്റെ തെക്ക് ഭാഗത്ത് കാണുന്ന പർവ്വത നിരകളാണ് ഈ പറയുന്ന സെയീർ പർവ്വത നിവാസികൾ നിരകൾ. അവര് എന്നാൽ ആ പർവ്വത നിരകൾ കൊണ്ട് തൃപ്തരാകാതെ അതിന്റെ 12-ാം വാക്യം നോക്കിയേ, നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ദൈവം കൊടുത്ത സെയീർ പർവ്വതം കൊണ്ട് തൃപ്തരാകാതെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടിരിക്കുന്നു. എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളൊക്കെ യഹോവയെ ഞാൻ കേട്ടിരിക്കുന്നു. ഇസ്രായേൽ പർവ്വതങ്ങളും ഞങ്ങൾക്കുള്ളതാണെന്ന് അവകാശപ്പെടുകയാണ്. നമ്മൾ വളരെ പ്രാധാന്യത അർഹിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയീർ പർവ്വതം, അതായത് ജോർദാന്റെ തെക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏശാവിന്റെ വംശത്തിന് കൊടുത്തതാണ്. സെയീർ പർവ്വത നിവാസികളാണ്. എന്നാൽ അവർക്കത് പോരാ, അവർക്ക് വേണ്ടിയത് ഇസ്രായേൽ പർവ്വതങ്ങൾ കൂടെയാണ്. നമ്മൾ വളരെ വ്യക്തമായി പഠനത്തിലൂടെ കണ്ടു, ഇസ്രായേൽ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉന്നത പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ജൂഡിയ ശമരിയ പ്രദേശമാണ്. ഇസ്രായേലിന്റെ മധ്യഭാഗത്തുള്ള ഉയർന്ന പർവ്വത നിരകൾ. ഇസ്രായേലിന്റെ പർവ്വത നിരകൾ ഏതാണ്ട് അവിടെ ഉള്ളൂ പ്രധാനമായിട്ട്. ഇറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ഇസ്രായേൽ. അവിടെ 20-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നമ്മൾ പ്രൂഫായിട്ട് കണ്ടു. അവിടെയാണ് ദേവാലയം പണിയുന്നതെന്നും അവിടെയാണ് യഹൂദൻ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുന്നതെന്നും. അത് ടെമ്പിൾ മൗണ്ട് ഏരിയയാണ്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് എസെക്കേലിൽ മാത്രമേ ഉള്ളൂ ഉന്നതമായ ഇസ്രായേൽ പർവ്വത നിരകൾ. എസെക്കേൽ മാത്രം പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് നമ്മൾ കണ്ടു. ഏതാണ്ട് 20 പ്രാവശ്യമുണ്ട്. അതായത് ഉന്നതമായ പർവ്വതങ്ങൾ എന്നുള്ള വാക്കുകൾ ഉൾപ്പെടെ 20 പ്രാവശ്യം എസെക്കേൽ പ്രവചനത്തിൽ കാണുന്നു. അതിൽ 20-ന്റെ 40 സോളിഡ് പ്രൂഫാണ്. ഈ പറയുന്നത് യെരുശലേം ദേവാലയം നിൽക്കുന്ന പർവ്വത നിരകളാണ്. അത് ജൂഡിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ യെരുശലേമാണ് ഏറ്റവും ഉയർന്ന പർവ്വതം. 2000 അടി കിളരത്തിൽ നിൽക്കുന്നു. അതോട് ചേർന്നുള്ള പർവ്വത നിരകളാണ് ജൂഡിയ ശമരിയ പർവ്വത നിരകൾ. ആ പ്രദേശത്തിന്റെ ഇന്നത്തെ പേര്, രാഷ്ട്രീയ മണ്ഡലത്തിലെ പേര്, ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ് വെസ്റ്റ് ബാങ്ക്. ഇവിടെ പറയുന്ന പ്രശ്നം അതാണ്. ഇസ്രായേൽ പർവ്വതങ്ങൾ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ പറയുന്നത് ദൂഷണമാണ്, അത് ഞാൻ കേട്ടിരിക്കുന്നു. ഇത് ഞങ്ങൾക്കിരയായി നൽകപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ സ്വതന്ത്രമാകുന്നത് 48-ലാണ്. 1948 13 മാസം നീണ്ടു നിന്നു യുദ്ധം. 14-ാം തീയതി 1948 മെയ് 14-ാം തീയതി ഇസ്രായേൽ സ്വതന്ത്രമായി. 15-ാം തീയതി 6.25 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള യഹൂദനെ 15 ലക്ഷം അറബികളാണ് ആയുധങ്ങളായി വളഞ്ഞത്. ഒരിക്കലും വിജയിക്കുവാനായിട്ട് നിവൃത്തിയില്ല. പക്ഷേ ദൈവമാണ് അവരെ മടക്കി കൊണ്ടുവന്നത്. അത്ഭുതകരമായി ആ യുദ്ധം 13 മാസം നീണ്ടു നിന്നു. പക്ഷെങ്കിൽ നമ്മൾ ഓർക്കണം, ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിച്ചേ ഒക്കുള്ളൂ. ഈ അറബികൾ ജോർദാൻ അവര് ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ പിടിച്ചെടുത്തു. ജൂഡിയ ശമരിയ പ്രദേശം അവർ പിടിച്ചെടുത്തിട്ട് 1950 ജോർഡാൻ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണിത്.
അതായത് യേശാവിന്റെ വംശത്തിന് കൊടുത്ത സ്ഥലമാണിതെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതാണ് കർത്താവ് പറഞ്ഞത്, നീ പറയുന്നത് ദൂഷണമാണ്. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ ഈ ഇസ്രായേൽ പർവ്വതങ്ങളാണ്, വെസ്റ്റ് ബാങ്കാണ്. ഇനി 36-ാം അധ്യായം നോക്കാം. 36-ാം അധ്യായം 36-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ദൈവം പറയുന്നുണ്ട്, കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എന്റെ തീഷ്ണാഗ്നിയിൽ സംസാരിക്കും. അവർ എന്റെ ദേശത്തെ, ദൈവം എടുത്തു പറയുന്നത് കേട്ടോ, അവർ എന്റെ ദേശത്തെ കവർച്ചയായി തള്ളിക്കളവാൻ തക്കോണം അതിനെ പൂർണ്ണ സന്തോഷത്തോടെ നിന്നാഭാവത്തോടുകൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. ദൈവം, കാരണം അതിന്റെ 1-ാം വാക്യത്തിൽ, 36-ന്റെ 1-ാം വാക്യത്തിൽ ഇസ്രായേൽ പർവ്വതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിന്നാഭാവത്തോടുകൂടെ, ഇവിടെ വായിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ, അതിനെ കവർച്ചയായി. ചരിത്രം പറയുന്നത് നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നത് 48-ൽ ഈ അറബികൾ അത് പിടിച്ചെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന സിനഗോഗുകളെല്ലാം ഇടിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ജൂഷ് സെമിട്രി, ഒലിവ് മലയുടെ ചരിവിലൊക്കെ ഉണ്ടായിരുന്ന യഹൂദന്റെ ശവക്കല്ലറുകളൊക്കെ ഇടിച്ചു നിരത്തി. യഹൂദന്റെ ട്രേസസ് ചെയ്യാൻ കഴിയുന്ന ഓരോന്നും അവർ ഇടിച്ചു കളഞ്ഞു. അവര് ഇവിടെ വായിക്കുന്ന കണ്ടോ, നിന്നാഭാവത്തോടുകൂടെ അതിനെ കവർച്ചയാക്കി തീർത്തു, തകർത്തു, തങ്ങൾക്ക് അവകാശമായി നിയമിച്ചു. ഇത് യഹൂദനാണെന്ന് അവകാശപ്പെടരുത്. അങ്ങനെ യഹൂദന്റെ ട്രേസസ് ഉള്ള സിനഗോഗുകള്, അവരുടെ സെമിട്രികള്, അവരുടെ ഓരോ സ്ഥലങ്ങളും ഉപദ്രവിച്ച് അവിടെ ഉണ്ടായിരുന്ന യഹൂദരെ മുഴുവൻ ഓടിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്ന യഹൂദരെ മുഴുവൻ കൊല്ലുകയോ അവിടെ ഒന്ന് ഓടിക്കുകയോ ചെയ്തു. പിന്നെ അവരവിടെ ആളുകളില്ല, അവിടെ ഇല്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് നോക്കിയാട്ടെ, 37-ാം അധ്യായം നോക്കിക്കേ. 37-ാം അധ്യായം, അടുത്ത അധ്യായം, അതിന്റെ 22-ാം വാക്യം, ഞാൻ അവരെ ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെ ഏകജാതിയാക്കും. ഈ 48-ലെ യുദ്ധത്തിൽ ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് യഹൂദനെ മുഴുവൻ ഓടിച്ചു. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ അവരെ തിരിച്ച് ഈ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയായി കൊണ്ടുവരും. ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും. ഇനി അടുത്തത് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് 38-ഉം 39-ഉം അധ്യായം ഈ വിഷയമാണ്. 38-ഉം 39-ഉം നമ്മള് ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് അവിടെ വന്ന് തീർക്കാൻ വേണ്ടി ഞാനങ്ങ് ചിന്തിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് 2-ഓ 3-ഓ ക്ലാസ്സുകൾ വേണമെങ്കിൽ എടുക്കാം. പക്ഷെങ്കിൽ ഞാൻ ഒരു ക്ലാസ് കൊണ്ടൊക്കെ തീർക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അടുത്ത ആഴ്ച നമുക്കില്ല. അതുകൊണ്ട് ഈ ടോപ്പിക് ഒന്ന് അവസാനിച്ചോട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ 38-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കിയേ. ഈ യുദ്ധം നടക്കുന്നത് അവിടെ നോക്കിയാട്ടെ, ഏറിയ നാൾ കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് ആഫ്റ്റർ മെനി ഡേയ്സ്. പിന്നെ എടുത്തു പറയുന്നുണ്ട്, നീ ഒടുക്കം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇൻ ദ ലേറ്റർ ഡേയ്സ്, കാലത്തിന്റെ അന്ത്യത്തിൽ എവിടെ വരുമെന്ന, നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ വരുമെന്നുള്ളതാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ വരും. അവിടെ കൊണ്ട് തീർന്നില്ലേ. ഈ ആക്രമണം നടത്തുന്നവര് ആരാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. 39-ാം അധ്യായം നോക്കിയേ. അവിടുത്തെ വിഷയം എന്തുവാണ്? 39-ന്റെ 2-ാം വാക്യം, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് 6-ലൊന്നിനെ ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. 4-ാം വാക്യം, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. അപ്പോൾ ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം ഇസ്രായേൽ പർവ്വതം, വെസ്റ്റ് ബാങ്കിൽ ഈ ശത്രുക്കൾ പരാജയപ്പെട്ട് ശവങ്ങൾ വീഴും. അപ്പോൾ ഒരു കാര്യം തീർച്ച, കാലത്തിന്റെ അന്ത്യത്തിൽ പ്രശ്നമായി തീരുന്ന ഒരു പ്രതലമാണ് ഈ ഇസ്രായേൽ പർവ്വതം. ഞാന് ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ധ്യാനിച്ചും പഠിച്ചും കൊണ്ടിരുന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം നോട്ട് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം പ്രത്യക്ഷപ്പെട്ടവൻ നമ്മൾ ഓർക്കും, എന്തിനാ ഇതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് ഓർക്കും. ആ സ്ഥലങ്ങൾ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ വരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ദൈവം എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത്? ആ 3 പ്രാവശ്യവും അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഈ വെസ്റ്റ് ബാങ്കിലാണ്.
ഒരു മാപ്പ് എടുത്തു വെച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കി. അതായത് ഉൽപ്പത്തി 12:6-7 വാക്യം, ശേഖേം മോറെ, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു ശേഖേം മോറെ. ഇന്ന് നമ്മൾ കേൾക്കുന്ന നെബുലസ് എന്ന് പറയുന്ന സ്ഥലമാണ്. നെബുലസ് അത് ഈ പലസ്തീനികളുടെ കയ്യിലാണ്. അത് ഇന്നത്തെ ശമരിയാണ്. ഇന്നത്തെ ശമരിയ. ഈ ശമരിയ ജൂഡിയാണല്ലോ വെസ്റ്റ് ബാങ്ക്. അവിടമാണ് അബ്രഹാമിന് ദൈവം ശേഖേം മോറെ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത്. 2 ഉൽപ്പത്തി 13:3-14 വരെ ബഥേലിനും ഹായിക്കും ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ നോക്കിയേ, ഈ ബഥേലും ഹായും ഒക്കെ ഈ വെസ്റ്റ് ബാങ്കിൽ തന്നെയാണ്. കൂടാതെ ഉൽപ്പത്തി 13:18 13:18 15:18 ഒക്കെ വായിക്കുമ്പോൾ മൂന്നാമത് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഹെബ്രോനില്. ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ഈ പലസ്തീൻ അധികാരികളുടെ കൈകളിലാണ് ഈ ഹെബ്രോൻ. അവിടെയാണ് അബ്രഹാമിനെ ഒക്കെ അടക്കിയിരിക്കുന്നത്, ബക്പേല ഗുഹയില്. ഞാൻ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നി. ഇത്ര പ്രാധാന്യതയുള്ള ഈ സ്ഥലങ്ങൾ പോലും അവരുടെ കയ്യിലാണ്. ബേതലഹേം, ഹെബ്രോന്, ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ, എരിഹോ ഒക്കെ പലസ്തീനികൾ അധികാരികളുടെ കൈകളിലാണ്. നമ്മൾ ഓർക്കണം, ഈ അബ്രഹാമിന് 3 പ്രാവശ്യവും ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നുണ്ട്, ഈ ദേശം നീ ചുറ്റുപാട് തലപൊക്കി നോക്ക്, ഈ സ്ഥലങ്ങളൊക്കെ നിനക്ക് നിന്റെ സന്തതിക്ക് ഉള്ളതാണ്. ദൈവം എന്തിനാണ് അബ്രഹാമിനോട് അങ്ങനെ പറഞ്ഞത്? ദൈവത്തിന് അറിയാം, ആ കാലത്തിന്റെ അന്ത്യം വരുമ്പോൾ തന്റെ പുത്രൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇഷ്യൂ ആയിട്ട് മാറും എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. എന്നാൽ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് ആ 38-39 അധ്യായമാണ്. 2 പ്രാധാന്യതയുള്ള അധ്യായങ്ങളാണ്. ഇവിടെ ആദ്യം എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഈ ഭാഗത്തോട് ദൈവം നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്. ആ 38:3 നോക്കിയേ, യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മേശക്, തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമാണ്. ഇവരോട് ദൈവം പറയുകയാണ്, ബിഹോൾഡ് ഐ എം അഗെയിൻസ്റ്റ് യു. വേറൊരു കൂട്ടരോട് ദൈവം പറയുന്നുണ്ട്. 35:3 നോക്കിയേ, 35:3 യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സെയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമാണ്. കണ്ടോ? 35:3 ഞാൻ നിനക്ക് വിരോധമാണ്, ഐ ആം അഗെയിൻസ്റ്റ് യു. 38:3 റഷ്യയോട് കൂടെയുള്ള അലയൻസിനോടുമാണ് പറയുന്നത്, ഐ ആം അഗെയിൻസ്റ്റ് യു. എന്നാൽ 36:9 നോക്കിയേ, 36-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 36 അത് ഇസ്രായേൽ പർവ്വതങ്ങളോട് പറയുകയാണ്, യഹൂദനുള്ള ബന്ധത്തിൽ പറയുകയാണ്. അതിന്റെ 9-ാം വാക്യം, ഞാൻ നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായി ഇസ്രായേൽ വരുവാൻ അടുത്തിന് കൊമ്പുകൾ നീട്ടി ഫലം കായ്പേൻ, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ശ്രദ്ധിച്ചോ? സെയീർ പർവ്വത നിവാസികളോട് ഞാൻ നിങ്ങൾക്കെതിരാണ്, റഷ്യയോട് ഞാൻ നിങ്ങൾക്കെതിരാണ്. ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, എന്തിനാണ് ദൈവം അവരോട് പ്രതികൂലമാണെന്ന് പറഞ്ഞത്? അവരോട് ദൈവം പ്രതികൂലമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, റഷ്യയില് 1917 കമ്മ്യൂണിസം വരുന്നത്. 1-ാം ലോക യുദ്ധത്തിന്റെ ഇടയിലാണ്. ഈ 1917 ഒക്ടോബറിൽ ഒഫീഷ്യലി they renounced God. 1917 ഒക്ടോബർ അവർ ഒഫീഷ്യലി, ഗവൺമെന്റ് തന്നെ അവർ ദൈവത്തെ നിഷേധിച്ചു, ദൈവം ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. ഒഫീഷ്യലി റിനൗൺസ്ഡ് ഗോഡ്. പിന്നെ സെയീർ പർവ്വത നിവാസികൾ, ഞാൻ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കി, കയറി കാണാൻ സാധിച്ചില്ല. ഈ ടെമ്പിൾ മൗണ്ട് ഏരിയയിലുള്ള മോസ്ക് ഉണ്ടല്ലോ, ഡോം ഓഫ് ദി റോക്ക് ആൻഡ് അലാക്സ മോസ്ക്. ഈ ഡോം ഓഫ് ദി റോക്കിന്റെ അകത്ത് കയറിയാൽ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, ദൈവം ജനിപ്പിക്കുമോ, ദൈവത്തിന് മക്കളുണ്ടോ, യേശുക്രിസ്തുവിനെ പരിഹസിച്ചു കൊണ്ടുള്ള വാക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ദൈവപുത്രനെ തിരസ്കരിക്കുന്നവരും ദൈവം ഇല്ല എന്ന് പറയുന്നവരും ഒന്നിച്ചുകൂടി ദൈവം തന്റെ നാമത്തിനായി തെരഞ്ഞെടുത്ത യഹൂദനെ അവസാനം ഇല്ലായ്മ ചെയ്യുവാൻ അടുത്തു വരുമ്പോൾ
ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം എന്തായിരിക്കും? അവസാനം നടക്കുന്ന യുദ്ധമാണിത്. ഈ യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? നമ്മള് ആ ഭാഗം കൂടെ ഒന്ന് എടുക്കണം. നോക്കിക്കാട്ടെ, ഇത് 38-ാം അധ്യായത്തിന്റെ മുഴുവൻ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുകയല്ല. 38-ന്റെ തുടർമാനമാണ് 39-ാം അധ്യായം. ഇത് രണ്ടും ഒരേ കാര്യമാണ്. നമുക്ക് സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ 8-ാം വാക്യത്തിന്റെ അവസാനം, എന്നാൽ 38-ന്റെ 8-ന്റെ അവസാനം, എന്നാൽ അവർ ജാതികളിൽ നിന്ന് വന്നു, എല്ലാവരും നിർഭയമായി വസിക്കും. നമുക്കറിയാം ജാതികളുടെ നിന്ന് അവർ വന്നു, പക്ഷെ രണ്ടാമത്തെ ഭാഗം സംഭവിച്ചിട്ടില്ല. അവർ നിർഭയമായി വസിച്ചിട്ടില്ല. ഇനി 14-ാം വാക്യം നോക്കിയേ. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീ നിന്നോടുകൂടെയുള്ള പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയ ഒരു മഹാസമൂഹം, മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് തന്നെ വരും. കണ്ടോ? ഈ രണ്ട് വേദഭാഗത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കണ്ടോ? ഇസ്രയേൽ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് നിർഭയമായി വസിക്കുമ്പോൾ, എന്റെ ജനമായ ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുന്നില്ലയോ? എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഇസ്രയേൽ നിർഭയമായി, അവര് ഒരു രാജ്യമായി പിറന്നു വീണ ശേഷം, അവരെ തിരിച്ചു കൊണ്ടുവന്ന ശേഷം അവർ ഇന്ന് വരെ നിർഭയമായി വസിച്ചിട്ടില്ല. അവര്, ഞാൻ പറഞ്ഞില്ലേ, അവര് പിറന്നു വീണ പിറ്റേ ദിവസം യുദ്ധം ആരംഭിച്ചതാണ്. ആ യുദ്ധം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം ദാനിയേലിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ. 9-ാം അധ്യായം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ ഈ 1947 ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ഇന്ത്യ 2-3 യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനോട്, ചൈനയോടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ എപ്പോഴും യുദ്ധത്തിലൊന്നുമല്ല. പക്ഷെ ഇസ്രയേൽ പിറന്നു വീണ ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അവര് യുദ്ധത്തിൽ തന്നെയാണ്. ഈ ദാനിയേൽ 9-ന്റെ 26-ാം വാക്യം ഞാൻ വിശദീകരിക്കാൻ ഒരു വാക്ക് പറയാൻ വേണ്ടിയാണ്. അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. പിന്നെ പരിപാലിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം പ്രളയത്തോടെ ആയിരിക്കും. അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. അവസാനത്തോളം യുദ്ധങ്ങളും ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? യേശുക്രിസ്തു മരിച്ച ശേഷം, നഗരം നശിപ്പിക്കപ്പെട്ട ശേഷം, ഇസ്രയേലിനുള്ള ബന്ധത്തിൽ വാർ ആൻഡ് ഡെസലേഷൻ. അണ്ടർലൈൻ ചെയ്തു, വാർ ആൻഡ് ഡെസലേഷൻ. അതായത് വേറെ ഒരു രാജ്യത്തിനും ഇത് പറഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവമില്ല. ഒരു രാജ്യം പിറന്നു വീണിട്ട് തുടർമാനമായ യുദ്ധം നടക്കുമ്പോൾ, ഇസ്രയേലിൽ പിറന്നു വീണ ശേഷം തുടർമാനമായ യുദ്ധമാണ് വാർ ആൻഡ് ഡെസലേഷൻ. ഒന്നുകിൽ ശൂന്യത, അല്ലെങ്കിൽ യുദ്ധം. AD 70 അവർ ചിതറിക്കപ്പെട്ടപ്പോൾ ശൂന്യമാണ്. അവർ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് യുദ്ധമാണ്. ശൂന്യതയും യുദ്ധവും നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവിന്റെ മടങ്ങി വരെ അവർക്ക് യുദ്ധമാണ്. 48-ൽ യുദ്ധമുണ്ടായി, 56-ൽ യുദ്ധമുണ്ടായി, 67-ൽ യുദ്ധമുണ്ടായി, 73-ൽ യുദ്ധമുണ്ടായി, 82-ൽ യുദ്ധമുണ്ടായി. പിന്നീട് ഭീകരവാദങ്ങളുടെ യുദ്ധം, ഊൾഫ് അറ്റാക്ക്, ഈ 2023 ഒക്ടോബർ 7 ഗാസയിൽ നിന്നുള്ള യുദ്ധമുണ്ടായി. അതിന്റെ ശേഷം ഇസ്രയേല് ഗാസയോട് യുദ്ധം പ്രഖ്യാപിച്ചു, പലസ്തീനികളോട്. ഏതാണ്ട് 2 വർഷത്തിലധികമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇതുകൂടാതെ അവര് ലെബനോനിൽ യുദ്ധം നടത്തി. അവര് 1600 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇറാനിൽ പോയി ബോംബ് ചെയ്തു, യമനിൽ ബോംബ് ചെയ്തു, സിറിയയിൽ ബോംബ് ചെയ്തു. ഇവിടെ എന്തോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇസ്രയേലിന് യുദ്ധവും ശൂന്യതയും, വാർ ആൻഡ് ഡെസൊലേഷൻ. ലോകത്തിന് മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവജനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ഇവിടെ നമ്മുടെ വിഷയത്തിൽ ഒന്ന് വരാം. ഇവര് നമ്മൾ എസെക്കിയേൽ പർവ്വതത്തിൽ വായിച്ചു, എന്റെ ജനം അടങ്ങി വന്ന ശേഷം സ്വൈര്യമായി ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, അന്നാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഇത് നടക്കുന്നത് 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അവൻ, അതായത് അവൻ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല. AD 70 റോമൻ സൈന്യമാണ് യെരുശലേമും വിശുദ്ധ മന്ദിരവും നശിപ്പിച്ചത്. അത് അവിടെ രേഖപ്പെടുത്തിക്കുന്നു, വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനമാണ്. അപ്പൊ വരാനിരിക്കുന്ന പ്രഭു അവിടുന്നാണ്. വരാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനമാണ് AD 70 നശിപ്പിച്ചത്. പ്രഭു അല്ല, പ്രഭു വരും. അവൻ വരാൻ പോകുന്നത് സഭ മാറ്റപ്പെട്ട ശേഷം അവൻ വരും. അവൻ വന്നാൽ ഒരാഴ്ച വട്ടത്തോട് നിയമത്തെ കഠിനമാക്കും. ഹി ഷാൽ മേക്ക് എ സ്ട്രോങ് കവനന്റ് എന്ന് പറഞ്ഞാൽ ലോകം മുട്ടുകുത്തും, നിർബന്ധിതരായി മാറും. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളും വളരെ കഠിനമായ ഒരു നിർബന്ധിതമായ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ആ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോഴാണ് ഇസ്രായേൽ ആയുധങ്ങൾ താഴെ വെച്ച സ്വൈരമായി. ഇന്ന് അവർക്ക് ആയുധം താഴെ വെക്കാൻ നോക്കില്ല. നിങ്ങൾ ഇപ്പോൾ 3-4 ദിവസം മുമ്പുള്ള വാർത്ത വായിച്ചോ? നെതന്യാഹു അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞു, ഒരാൾ പോലും അവധി എടുക്കുകയോ ഒരാൾ പോലും ഇവിടെ കാണാതിരിക്കുകയോ ചെയ്യരുത്. 24 hours നിങ്ങളെ വിളിച്ചാൽ കാണത്തക്കൊണ്ട് നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഒരു ഭയം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ അമേരിക്കയും അറ്റാക്ക് ചെയ്യാൻ ഇറാൻ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാഹളം ധ്വനിക്കുകയാണ് പല ഭാഗത്തില്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, എന്റെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടുതൽ അപകടമാണ് ഇന്ത്യയുടെ ബോർഡറില് അമേരിക്കൻ ട്രൂപ്പ് വരെ വന്നിറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചൈനയും ഒക്കെ അവിടെ ആയുധങ്ങളും ഭയങ്കരമായിട്ട് എയർഫോഴ്സിന്റെ സിസ്റ്റം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ത്യയുടെ അടുത്ത് തന്നെ ബോർഡറിൽ അവിടെ ഇന്ത്യ കയറി അടിക്കുമോ എന്ന് സംശയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ എല്ലാ സാധ്യതയും. വെനിസുലയില് അവിടെ നടക്കുന്ന കണ്ടില്ലയോ? റഷ്യയും അമേരിക്കയുമായിട്ട് വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയും അറ്റാക്ക് ചെയ്യുമെന്നും പറഞ്ഞ് അവര് ശബ്ദം ഉയർത്തുന്നു. ചൈന തൈവാനെ കയറി ആക്രമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അത് നടക്കുന്നു. ലോകമൊരു മഹായുദ്ധഭീതി പടർന്നു കഴിഞ്ഞു. കർത്താവിന്റെ വാക്കോർമ്മയില്ലേ? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടരുത്, അത് നടന്നേ ഒക്കത്തുള്ളൂ. നമ്മളൊരു സീരിയസ് കാലയളവിൽ വന്നിരിക്കുക. പക്ഷെങ്കിൽ ഈ ഇന്ന് ലോകം കൊതിക്കുന്ന എന്താണെന്നറിയാമോ? ഈ യുദ്ധങ്ങളുടെ കാഹളം ധ്വനിപ്പിക്കുമ്പോൾ ഇതിനൊരു സമാധാനം വേണം. ലോകം സമാധാനത്തിന് നോക്കുകയാണ്. ആ സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നത് അന്തിക്രിസ്തുവിനേ ഉള്ളൂ. നമ്മള് വെളിപാട് പുസ്തകം 6-ാം അധ്യായം എടുത്താട്ടെ. ഇവിടെ ഒരാഴ്ചത്തേക്ക് കഠിനമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ആ ഉടമ്പടിയിലൂടെ സമാധാനം ഉണ്ടാക്കും. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇത് സഭ മാറ്റപ്പെട്ട ശേഷമുള്ളതാണ്. 4-ാം അധ്യായത്തിൽ സഭയോട് ഇവിടെ കയറി വരുവാൻ പറയുന്നു. സഭ മാറ്റപ്പെടുന്നു. 6-ാം അധ്യായത്തിൽ കുഞ്ഞാട് മുദ്രയിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് പറയുന്ന ഇടിമുഴക്കം പോലെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വെള്ളക്കുതിര കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കാനായും പുറപ്പെട്ടു. വെള്ളക്കുതിര, വൈറ്റ് ഹോഴ്സ്. ഈ വെള്ളക്കുതിര നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച്, അവന്റെ കയ്യില് അമ്പില്ല. അമ്പ് യുദ്ധം ചെയ്യാനുള്ളതാ, പക്ഷെ വില്ലുണ്ട്. അവന്റെ തലയിൽ കിരീടമുണ്ട്, സ്റ്റെഫാനോസ്, ജയിക്കുന്ന കിരീടം. ജയാളിയാണ് ഇയാൾ. ഇവിടെ വായിക്കുന്നത് എന്താ? അവൻ ജയിക്കാനായും പുറപ്പെട്ടു. അവൻ ജയത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സമാധാനം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സെക്കൻഡ് വേൾഡ് വാറിലെ ഡിക്റ്റേറ്റർ അഡോൾഫ് ഹിറ്റ്ലർ വന്നത്, റോമൻ സീസർമാർ വന്നതൊക്കെ സാഹചര്യത്തിന്റെ ഒരു സമ്മർദ്ദത്തില്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് 13 1-ാം വാക്യം, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. ആ സമുദ്രം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, അത് ലോക ജനതയാണ്. നമ്മള് ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം നോക്കിയേ. ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം. ഇവന്റെ വരവ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്.
ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 21-ഉം 22 തൊട്ടുള്ള വാക്യം. അവന് പകരം നിന്നിനായി ഒരുത്തൻ എഴുന്നേൽക്കും. അവനവർ രാജ്യത്വം പദവി കൊടുപ്പാൻ വിചാരിച്ചില്ല. എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശപ്പെടുത്തും. പ്രളയതുല്യമായ സൈന്യങ്ങളോ നിയമത്തിന്റെ പ്രഭുവും കൂടെ അവന്റെ മുമ്പിൽ ആരെങ്കിലും അവനോട് സഖ്യത ചെയ്താൽ അവൻ വഞ്ചന പ്രവർത്തിക്കും. അവൻ പുറപ്പെട്ട അല്പ പടജനമായി ജയിക്കും. ഇവിടെ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് പറയുന്നതാണ്. എങ്കിലും ഇത് അന്തിക്രിസ്തുവിന്റെ ഒരു 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 നിഴലാണ് അന്ത്യോക്യസ് എപ്പിഫാനസ്. 36-ാം വാക്യം നോക്കിയാൽ രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അത് അന്തിക്രിസ്തുവാണ്. ഇവിടെ നോക്കിയേ, സമാധാനത്തോടെ വന്ന് ഉപായത്താൽ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. ദാനിയേൽ 6-ൽ നമ്മൾ വായിച്ചത് ഒരു വെള്ളക്കുതിര, അവന്റെ ശിരസിൽ കിരീടമുണ്ട്, കയ്യിൽ വില്ലുണ്ട്, വെള്ളനിറം സമാധാനത്തിന്റെ എംബ്ലമാണ്. എന്റെ സഹോദരന്മാരെ, ലോകം ഇന്ന് സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു നാളാണ്. യുദ്ധത്തിന്റെ ശക്തമായ ശബ്ദങ്ങൾ ലോകത്തിൽ കേൾക്കുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്നു. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ലോകം ആഗ്രഹിക്കുന്ന സമാധാനം കൊടുക്കാൻ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ വായിക്കുന്ന 38-ഉം 39-ഉം അധ്യായത്തിലെ പ്രശ്നം. ഈ 38-ഉം 39-ഉം അധ്യായത്തില് ഇന്ന് അറബി രാജ്യങ്ങൾ അവകാശപ്പെടുന്ന ഈ വെസ്റ്റ് ബാങ്ക് പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ അതിന് എതിരായിട്ട് യുദ്ധത്തിന് വേണ്ടി ഈ രാജ്യങ്ങൾ വരികയാണ്. ഇവിടെ ഇന്ന് ആ പ്രശ്നം നിലനിൽക്കുന്നു. ഇവിടെ രണ്ടാമത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധം നടക്കുന്നത് ലോകം 2 ചേരിയിലാകുമ്പോഴാണ്. നമ്മൾ ഓർക്കണം, ഇത് എഴുതിയത് 2600 വർഷം മുമ്പാണ്. അന്നൊന്നും ഇങ്ങനെ ചേരികളൊന്നുമില്ല. ഒന്ന്, അന്ത്യകാലത്ത് ഈ ചേരികൾ ഉണ്ടാകുന്നത് അതായത് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടും ഇസ്രയേലിനോടും സഖ്യത ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഭീകരവാദികൾ റഷ്യയോടുകൂടെ ആ സഖ്യത ചെയ്യണം. 2 പക്ഷമായി തീരണം. റഷ്യയാണോ ഇതെന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. റഷ്യയാണെന്ന് തെളിയിക്കാനായിട്ട് ആ 38-ാം അധ്യായത്തിന്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന പേരുകളും ഇതിന്റെ ദിക്കും കൂടെ എടുത്തു നോക്കിയാൽ മതി. 38-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായ മനുഷ്യപുത്ര, രോഷ് മേശക് തൂബൽ എന്നിവിടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിനോട് പറയണം. ഇവിടെ രോഷ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. രോഷ് എന്നുള്ളത് നമ്മള് ഓർക്കുക. രോഷ് എന്നുള്ളത് 1846-ൽ തന്നെ, അതായത് ഹീബ്രു ലെക്സിക്കന്റെ പിതാവെന്ന് പറയുന്ന വില്യം ഗസനസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 1846-ൽ, അദ്ദേഹം അന്നേരം ഒന്നും കമ്മ്യൂണിസ്റ്റ് റഷ്യ ഉണ്ടായിട്ടില്ല. ആ കാലത്ത് അദ്ദേഹം എഴുതി വെച്ചു, രോഷ് എന്ന് പറയുന്നത് റഷ്യയാണ്. അൺഡൗട്ടബിളി ഇറ്റ് ഈസ് റഷ്യ. അതായത് റഷ്യ ഒരു രാജ്യമായി തീരുന്നതിന് മുമ്പ്, കമ്മ്യൂണിസ്റ്റ് റഷ്യ വരുന്നതിന് മുമ്പ് ഏതാണ്ട് 172 വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. അറബി ഭാഷയിൽ റോഷ് എന്നും പറയുന്നു റഷ്യക്ക്. പിന്നെ ഇത് റഷ്യയാണെന്ന് ഉള്ളതിന്റെ തെളിവ്, വലിയ തെളിവ് ദൈവം എടുത്തു പറയുന്നുണ്ട്. ഞാൻ നിന്റെ ദിക്കിൽ നിന്നും വടക്കേ അറ്റത്ത് നിന്ന്, അതിന്റെ 15-ാം വാക്യം, ഒരു മഹാസൈന്യമായി നിന്റെ ദിക്കിൽ നിന്നും വടക്കേ അറ്റത്ത് നിന്ന്. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ നോക്കിയോ, അട്ടർമോസ്റ്റ് നോർത്ത് എന്നാണ്. ഇസ്രയേലാണ് സെന്റർ. എസെക്കിയേൽ 5:5, എസെക്കിയേൽ 38:11, എസെക്കിയേൽ 38:11 വായിക്കുന്നുണ്ട് ഭൂമിയുടെ മധ്യഭാഗം. യെശയ്യാവ് 19:24, ഇവിടെയൊക്കെ ഇസ്രയേൽ ഭൂമിയുടെ മധ്യഭാഗമാണ്. അപ്പോൾ മധ്യഭാഗം കിട്ടിയാൽ അതിന്റെ വടക്കെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ വടക്കാണ്. എന്നാൽ ഏറ്റവും വടക്കെന്ന് പറയുമ്പോൾ നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കിയാൽ
അത് റഷ്യയാണ്. അതിൻ്റെ അപ്പുറത്തെ രാജ്യമില്ല. മാത്രമല്ല അവരോട് ദൈവം പറയുന്നുണ്ട്, ഒരു കൂട്ടം രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. 7-ാം വാക്യം, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന 38:7, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. എന്റെ സഹോദരന്മാരെ, ഇത് എഴുതിയിരിക്കുന്നത് 2600 വർഷം മുമ്പാണ്. നമ്മൾ കണ്ടു, റഷ്യയോട് ദൈവം പറയുകയാണ്, അവന്റെ അടുക്കൽ കൂടിയിരിക്കുന്നവർക്ക് നീ എന്ത് ചെയ്യണം? യു ബി ദ ലീഡർ, യു ബി ദ ലീഡർ. നീ അവർക്ക് മേധാവിയാകണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ കൂടെയുള്ള അലൈഡ് കൺട്രീസ് ആണ്. ഇനിയും ഈ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന രാജ്യങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ആരാണ്? ഈ ദൈവം 2600 വർഷം മുമ്പ് തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങളുടെ പേരാണ് എടുത്തു പറഞ്ഞു. ഇന്നത്തെ സംഭവം അതല്ലേ? നിങ്ങൾ നോക്കിക്കേ, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 5-ാം വാക്യം, ഒട്ടൊഴിയാതെ തലക്കോരി ധരിച്ച പാർസികൾ. പാർസികൾ എന്ന് പറഞ്ഞാൽ പേർഷ്യ എനിക്ക് എടുക്കണമെന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ എടുക്കാം. ഞാൻ ഈ സൺഡേ മിനിസ്റ്റർ ചെയ്യണം. എൻ്റെ മനസ്സിൽ തോന്നി, ഇപ്പോൾ ഈ പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് എന്താ ഈ പേർഷ്യക്ക് ഇത്ര പ്രാധാന്യത, അല്ലെങ്കിൽ എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത് സൺഡേയിലൊന്ന് എടുത്താൽ എന്താന്ന് ഒരു പ്രേരണ മനസ്സിലുണ്ട്. ദൈവം എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം. പേർഷ്യയുടെ പുറകിൽ ഒരു വലിയ ശത്രുവുണ്ട്. ദാനിയേൽ 10 വായിക്കുന്നു, പാർസി രാജ്യത്തിന്റെ പ്രഭു, പ്രിൻസ്. ഓരോ രാജ്യത്തിന് അസൈൻ ചെയ്ത ശത്രുക്കളുണ്ട് പൈശാചികന്റെ. അവിടെ എഴുതിയിരിക്കുന്ന ഗബ്രിയലിനെ തടഞ്ഞു നിർത്തിയ ഒരുത്തനാണ്. അപ്പൊ അവൻ വലിയ ശക്തൻ, അവനാണ് കൊലപാതകൻ. നോക്കുക, അവിടെ 49-ലെ വിപ്ലവത്തിൽ കൊന്നു കുറെ പേരെ. ഇപ്പം തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു. കൊന്നവരെയാ ഇപ്പോഴും കൊല്ലുന്നേ. എന്ന് പറഞ്ഞാൽ ഇവരാ IRGC ആണ് ആളുകളെ കൊന്നത് 49-ല്. ഇപ്പോൾ IRGC അവർക്ക് വേണ്ടി നിന്നവരെ കൊല്ലുകയാണ്. ആരാ ഇതിന്റെ പുറകില്? പാർസി രാജ്യത്തിന്റെ പ്രഭുവാണ്. ഇവര് തീവ്രവാദ ഈ ടെററിസം കയറ്റി അയക്കുന്ന ഹെസ്ബുള്ളയും ഹാമാസും ഹൂത്തികൾക്കും ഒക്കെ പണം കൊടുത്ത് അവരെ പടുത്തുയർത്തുന്നവരാണ് ഈ പാർസികൾ. ഇവിടെ നമ്മൾ കണ്ടോ? എന്നാൽ ഇതിന്റെ കൂടെ ഞാൻ വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. അതായത് ഈ ടർക്കി പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്ഷമായിരുന്നു. ടർക്കി ഇസ്രയേലിന്റെ പക്ഷമായിരുന്നു. പക്ഷെങ്കിൽ ഈ ഇസ്രയേലിന്റെയും ഇവരുടെയും പക്ഷത്തായിരുന്നപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിലരുടെ കൈ കാണും ചാൾസ് റൈറി സ്റ്റഡി ബൈബിൾ. ആ ചാൾസ് റൈറി 1981, അതായത് 45 വർഷം മുമ്പ് എഴുതി വെച്ചു, ടർക്കി ഈ യൂറോപ്പിൽ പക്ഷത്ത് നിന്ന് മാറിയിട്ട് റഷ്യയുടെ പക്ഷത്ത് വരുമെന്ന് അദ്ദേഹം എഴുതി വെച്ചു. ചാൾസ് റൈറി 81-ൽ എഴുതിയതാണ്. അദ്ദേഹം എഴുതി ഇറാനും കടന്നു വരും. എന്തിനാ അദ്ദേഹം എഴുതിയെന്നറിയാമോ? അതായത് ഈ എസെക്കിയേൽ 38-ല് മേശക്ക് തൂബേൽ, 2-ാം വാക്യം നോക്കിയേ. മേശക്ക് തൂബേൽ എന്ന് പറയുന്ന 2 സ്ഥലങ്ങൾ എപ്പോഴും ഒന്നിച്ചാ പറയുന്നത്. നിങ്ങൾ എസെക്കിയേൽ എടുത്ത് വായിക്കാൻ നേരമില്ല. എസെക്കിയേൽ 27:13, 32:26 ഇവിടൊക്കെ നോക്കിയാൽ മേശക്കും തൂബേലും ഒന്നിച്ചാ പറയുന്നത്. അതിന്റെ ഭാഷാ പണ്ഡിതന്മാര് മൊഷിച്ചോയ്, ഗ്രീക്കിൽ മൊഷിച്ചോയ്, മുസ്ക് അസിറിയൻ ഭാഷയില് ടേബാൽ, ഇതാരാന്നറിയാമോ? ഇത് ടർക്കിയുടെ പ്രദേശമാണ്, ടർക്കി. ഇനി ഇവിടെ നമ്മൾ വേറെ ഒരു വാക്ക് കാണുന്നുണ്ട്. 5-ാം വാക്യത്തിൽ ഗോമർ എന്ന് കാണുന്നുണ്ട്. ഈ ഗോമർ എന്ന് പറയുന്നത് സെൻട്രൽ ടർക്കിയാണ്, ടർക്കിയുടെ മധ്യഭാഗമാണ്. നമ്മുടെ ബൈബിളില് ഗലാത്യർ എന്ന് പറയുന്ന സ്ഥലമാണ് ഗലാത്യർ. അപ്പോൾ മേശക്ക് തൂബേല് ഈ ഗോമർ എന്നൊക്കെ പറയുന്നത് ടർക്കിയാണ്. അപ്പൊ ഇറാന്, ടർക്കി. നിങ്ങൾ കണ്ടോ, ടർക്കി ഇപ്പോൾ നാറ്റോയിലെ ഒരു മെമ്പറാണ്. നാറ്റോയിലുള്ള ഏക ഇസ്ലാമിക് കൺട്രി എന്ന് പറയുന്നത് ഈ ടർക്കിയാണ്. ടർക്കി പാകിസ്ഥാനെ ആം ചെയ്യുന്നു, പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നു, ടർക്കി ഭീകരവാദികളെ ഹെൽപ്പ് ചെയ്യുന്നു, ടർക്കി ഇസ്രയേലിന് വിരോധമായി നിൽക്കുന്നു. പക്ഷെങ്കിൽ ഇതിനു മുമ്പുള്ള ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവര് ഇസ്രയേലിന് അനുകൂലമായ ഒരു രാഷ്ട്രമായി. ഇപ്പോൾ AKP എന്ന് പറയുന്ന തീവ്രവാദ പാർട്ടി അവിടെ ജയിച്ചു.
തയ്യിബ് എന്ന് പറയുന്ന അദ്ദേഹം യെരുശലേമിനെ മോചിപ്പിക്കണം എന്നുള്ളത് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. അതൊക്കെ അവരുടെ മതപരമായ ആവശ്യങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കുക, കൂശ്യര് എത്യോപ്യ, നമ്മള് 38 വാക്യം, കൂശ്യര് എത്യോപ്യ. എത്യോപ്യ മാത്രമല്ല, എത്യോപ്യയുടെ ചേർന്ന് കിടക്കുന്ന സുഡാന്റെ ഒരു ഭാഗം, നോർത്തേൺ സുഡാൻ എന്ന് പറയുന്നത് തീവ്രവാദ ഇസ്ലാമികളാണ്. അവരാണ് ബിൻ ലാദനെ 5 വർഷം സൂക്ഷിച്ച് സദം ഹുസൈൻ യുദ്ധം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്ത സൽമാൻ. അപ്പൊ അത് തീവ്രവാദികളാണ്. പൂത്യരെന്ന് പറഞ്ഞാൽ ലിബിയ മാത്രമല്ല, അൾജീരിയയും ടുണീഷ്യയും ഒക്കെ വരും. അവൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തി, ഇവിടെ ദൈവം പറഞ്ഞ പേരുകൾ, എൻ്റെ സഹോദരന്മാരെ, ഇത് നിസ്സാര കാര്യമാണോ? 2600 വർഷം മുമ്പ് റഷ്യയോട് നീ അവർക്ക് മേധാവി ആയിരിക്കണമെന്ന് പറഞ്ഞ് റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന രാജ്യങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇറാന്, ടർക്കി, ലിബിയ, അതുപോലെ ഇതോട് ചേർന്നുള്ള സുഡാന്, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഭീകരവാദ ഇസ്ലാമിന് വേണ്ടി കൊടുത്തിട്ടുള്ളവരാണ്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച്, റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈ രാജ്യങ്ങളാണ്. മറുഭാഗത്ത് ഇതിനെ വെല്ലുവിളിക്കുന്നവരുടെ പേരാണ് 13 വാക്യത്തിൽ ശേബയും ദെദാനും തർശീശും വർത്തകന്മാരും. ഞാൻ ദീർഘമായിട്ട് അത് എടുക്കുന്നില്ല. ആരാണ് ഈ ശെബയും ദെദാനും? ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം എടുത്തിട്ടുണ്ട് ഞാൻ, എന്നാലും ഒന്നുകൂടെ ഒന്ന് എടുത്തേക്കാം. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ച ശേഷം അബ്രഹാം വേറെ ഒരു ഭാര്യയെ പരിഗ്രഹിക്കുന്നു, കെത്തൂറയ്ക്ക് 6 മക്കളുണ്ടാകും. 25 ആദ്യത്തെ വാക്യങ്ങൾ. കെത്തൂറയ്ക്ക് 6 മക്കള്, സിമ്രാൻ, യൊക്താൻ, ഇങ്ങനെ പോവുകയാണ് 6 മക്കള്. അതിൽ രണ്ടാമത്തെ മോന്റെ പേരാണ് യൊക്താൻ. ഇനി 3 വാക്യം, യൊക്താൻ ശേബയും ദെദാനെയും ജനിപ്പിച്ചു. അപ്പൊ ശേബയും ദെദാനും ഈ അബ്രഹാമിന്റെ വെപ്പാട്ടികളിൽ ഉണ്ടായ മക്കളുടെ മക്കളാണ്. അതുപോലെ തന്നെ അതിന്റെ 13 14 വാക്യം നോക്കിയേ, ഇസ്മയിലിന് 12 മക്കളുണ്ടായി. അപ്പൊ ഇസ്മയിലിന്റെ 12 മക്കള്. ഈ ഇസ്മയിലിന്റെ മക്കളും ഹാഗറിന്റെ മക്കളും 12 6 18, ഇവരെല്ലാം കൂടി ഇസഹാക്കിന്റെ കൂടെ ജീവിക്കുവാനായിട്ട് അബ്രഹാം ആഗ്രഹിച്ചില്ല. അബ്രഹാമിന് ദൈവത്തിൽ വെളിപ്പാടുണ്ട്, വാഗ്ദത്ത സന്തതി ഇസഹാക്കാണെന്ന് അറിയാം. ഇസഹാക്കിന് നമ്മൾ നോക്കിയേ, അതിന്റെ 5 6 വാക്യം, 25 5 6. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസാക്കിന് കൊടുത്തു. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ ബഹുവചനമാണ്. സാറയായിരുന്നു ഭാര്യ, പിന്നീടുള്ളതൊക്കെ വെപ്പാട്ടികളാണ്, കെത്തൂറയും അതുപോലെ തന്നെ ഹാഗറും. അവർക്ക് എവിടെ സ്ഥലം കൊടുത്തത്? 6 വാക്യം. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തിലേക്ക് അയച്ചു. എന്റെ സഹോദരന്മാരെ, നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കി, ഈ ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാ? അറേബ്യൻ പെനിസുല, അറേബ്യൻ മരുഭൂമിയാണ്. ഞാൻ മറ്റു വാക്യങ്ങൾ എടുക്കുന്നില്ല. അവിടെ നിന്ന് താഴോട്ട് ഇവരുടെ മക്കള് അവിടെ പാർക്കാൻ തുടങ്ങി. അബ്രഹാം എന്തിനാ അങ്ങോട്ട് അയച്ചെന്നറിയാമോ? ഈ മരുഭൂമിയുടെ പ്രദേശത്തേക്ക് അയക്കുന്നതിന്റെ കാരണം തൻ്റെ കുടുംബത്തിലുള്ളവർ ഓൾറെഡി അവിടെ ഉണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ വാക്യങ്ങളും പ്രൂഫും ഒക്കെ ഉണ്ട്. ഇവരോട് ആ കിഴക്കോട്ട് പോയി. അപ്പം ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്ന അറേബ്യൻ പെനിസുലയിൽ താഴോട്ട് അവർ വന്നു. താഴോട്ട് വന്നെന്ന് പറഞ്ഞാല് ഇന്ന് കാണുന്ന സൗദി അറേബ്യ, യമന്, ഒമാന്, UAE, ബഹ്റിന്, ഖത്തർ, ഈ പറയുന്നതെല്ലാം സുന്നി മുസ്ലിങ്ങളാണ്. അവരൊക്കെ ഉടലെടുത്തത് ഈ ബന്ധത്തിലാണ്. അബ്രഹാമിന്റെ സന്തതികളാണെങ്കിലും അവർ മിക്സഡായി മാറി. ഉൽപ്പത്തി 25 24 വായിക്കുന്നുണ്ട്. 25 24 കിങ്സ് ഓഫ് അറേബ്യ, അറേബ്യയിലെ രാജാക്കന്മാർ. ഇവര് നമ്മൾ വളരെ വ്യക്തമായി ഇവരാരോടാണ് നമ്മൾ കണ്ടു. എസെക്കിയേൽ നമ്മൾ വായിച്ച വേദഭാഗം ഒന്ന് എടുത്തേ, നമ്മുടെ സമയം തീരുന്നതിന് മുമ്പ് അവിടെ നോക്കാം. നമ്മൾ കണ്ടു, തീവ്രവാദത്തിന് കൊടുത്ത ഇസ്ലാമിക് രാജ്യങ്ങൾ റഷ്യയോടുകൂടെ അലൈഡാണ്. ഇനി അവർക്ക് മേധാവി ആയിക്കൊള്ളണം. എന്നാൽ ഇപ്പം നമ്മൾ ചിന്തിച്ച അറേബ്യൻ രാജ്യങ്ങൾ, അവിടെയാണ് ലോകത്തിലെ 66% എണ്ണ. ഈ എണ്ണക്കിണറുകൾ കണ്ടുപിടിച്ചത് അമേരിക്കയും ബ്രിട്ടീഷുകാരുമാണ്. അങ്ങനെ അവരോട് ഭയങ്കര ബന്ധമുണ്ടായി. 91 ഡെസേർട്ട് സ്റ്റോം,
സദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചു. സദാം ഹുസൈൻ ഭീകരവാദിയാണ്. അവൻ കുവൈറ്റ് കയറി പിടിച്ചപ്പോൾ അതിനെ മോചിപ്പിച്ചത് ഈ പട്ടാളക്കാരാണ്. ബ്രിട്ടീഷുകാരുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഒക്കെ പട്ടാളമാണ്. അപ്പോൾ ഇവരെപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇവരുടെ ബേസസ് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ബേസാണ്. ബ്രിട്ടനുമായിട്ട് അവർക്ക് എന്താ ബന്ധം നോക്കിക്കട്ടെ. അവിടെ ഷേബയും ദേദാനും അത് നമ്മൾ കണ്ടു. തർശീഷ് വർത്തകന്മാരോടാണ്. തർശീഷ് വർത്തകന്മാർ എന്ന് പറഞ്ഞാൽ മെർച്ചൻസ് ഓഫ് തർശീഷ്, ഒരു വ്യാപാരികളാണ് ഇവര്. ഇനി അവരെ കണ്ടുപിടിക്കാൻ എളുപ്പം പറയാം. 27-ാം അധ്യായം നോക്കിയേ. 27-ാം അധ്യായം. സോർ എന്ന് പറയുന്ന പട്ടണത്തിൽ വ്യാപാരം ചെയ്തിരുന്നു അവർ. 27-ന്റെ 12-ാം വാക്യം. തർശീഷ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പ് നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ നിന്റെ ചരക്കിന് പകരം തന്നു. അപ്പോൾ ഇവര് കച്ചവടം ചെയ്തത് ഈയവും ഇരുമ്പും ഒക്കെയാണ്. ബ്രിട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം ടിൻ മെർച്ചന്റ് എന്ന്. ടിന്ന് കച്ചവടം ചെയ്ത, ഇരുമ്പ് കച്ചവടം ചെയ്തവര്. ഒരുപാട് തെളിവുണ്ട്. അവർക്ക് കപ്പലുണ്ടായിരുന്നുവെന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാണാം. കാരണം ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഐലൻഡ്സ് ഓഫ് ജെന്റൈൽസ്. ഉൽപ്പത്തി 10-ന്റെ 5-ാം വാക്യത്തില് ജാതികളുടെ ദ്വീപുകൾ. ബ്രിട്ടീഷുകാർ ദ്വീപുകളല്ലേ? അയർലൻഡ്, സ്കോട്ട്ലൻഡ് ഒക്കെ ദ്വീപല്ലേ? ആ ദ്വീപ് അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ കപ്പലുണ്ടായിരുന്നു. ആ കപ്പലുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്, പല പരാമർശമുണ്ട്. തർശീഷ് വ്യാപാരം ചെയ്യാന്, തർശീഷ് എന്ന് പറയുന്നത് ലെബനോന്റെ പ്രദേശത്ത്, ആ ബ്രിട്ടീഷുകാരെ ഇവിടെ വന്നു ഈ ഒക്കെ കൊണ്ട്. അപ്പോൾ ഇവരാണ് ആര്? ഈ ബ്രിട്ടീഷുകാരാണ് തർശീഷ് വർത്തകന്മാർ, മെർച്ചൻസ്. അവരുടെ ബാലസിംഹങ്ങളാണ് ആര്? അമേരിക്ക കുടിയേറിയത് ആരാ? ബ്രിട്ടീഷുകാരാണ്. 17-ാം നൂറ്റാണ്ടിലെ 37 ദശലക്ഷം ബ്രിട്ടീഷുകാരാണ് അവിടെ കുടിയേറി പാർത്ത്. ഇന്ന് അമേരിക്ക വെള്ളക്കാരുടെ സ്ഥലമാണ്. പക്ഷെ അവിടെ വെള്ളക്കാരുടെ ഒന്നും അല്ലായിരുന്നു 17-ാം നൂറ്റാണ്ടിന് മുമ്പ്. തലയിൽ തൂവലൊക്കെ വെച്ച റെഡ് ഇന്ത്യൻസിന്റെ ആയിരുന്നു. ഇന്ന് നമുക്കത് പറഞ്ഞാൽ പോലും മനസ്സിലാകത്തില്ല. പക്ഷേ ഇന്ന് തർശീഷ് വർത്തകന്മാരും അതിന്റെ ബാലസിംഹങ്ങളും അവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ മിതവാദികളായ സുന്നി മുസ്ലിങ്ങളുമായിട്ടാണ്. നിങ്ങൾ കണ്ടോ ബൈബിളില്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിള് എത്ര സത്യമാണെന്ന് നോക്കി. ഇനി വേറൊരു സംഭവം ഉണ്ടായി. 2020 അബ്രഹാം അക്കോർഡ് എന്നും പറഞ്ഞ് 2020 അബ്രഹാം അക്കോർഡ് UAE-യും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന, വ്യാപാര കരാർ സ്ഥാപിക്കുന്ന ഒരു ഓപ്പൺ ഡീലിങ്ങിന് വേണ്ടി അബ്രഹാം അക്കോർഡ്. നമ്മളൊക്കെ ഒരു അപ്പന്റെ മക്കളാണ്. അബുദാബിയിൽ ഇന്ന് 3 മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഒരു ദ്വീപിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടേത്, യഹൂദന്റേത്, ക്രിസ്ത്യാനികളുടേത് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നീട് ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2021 ആയപ്പോൾ UAE-യിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വന്നപ്പോൾ പറഞ്ഞു, ബ്രദർ 5000 യഹൂദന്മാർക്ക് പെർമനന്റ് വിസ UAE-യിൽ കൊടുത്തു കഴിഞ്ഞു. 5000 യഹൂദന്മാർക്ക്. ഒരുത്തനെ പോലും കയറ്റാതിരുന്ന സ്ഥലമാണ് ബഹ്റിന്, UAE. ഈ രാജ്യങ്ങളൊക്കെ അബ്രഹാം അക്കോർഡിന്റെ ഭാഗവാക്കുകളായി മാറുന്നു. എന്താ കാരണം? ഇത് സംഭവിക്കണം. നമ്മൾ ജീവിക്കുന്ന 2020 അത് നടക്കുകയാണ്. ഈ രാജ്യങ്ങൾ നോക്കിയേ. എന്നാൽ ഇവിടെ ഈ ഉൾപ്രാവണത്തോടുള്ള ബന്ധത്തിൽ അമേരിക്ക വീക്കായിത്തീരും. അമേരിക്ക വീക്കായിത്തീർന്ന പിന്നെ റഷ്യയെ വെല്ലുവിളിക്കാൻ ആരാ ഉള്ളത്? ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത് അമേരിക്കൻ റഷ്യയും കൂടാ. ഇപ്പം തന്നെ വെനിസുലയിൽ അമേരിക്കൻ റഷ്യയും കൂടാണ്. റഷ്യക്ക് അമേരിക്കക്ക് റഷ്യയും പേടിയാണ്. 2 ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ശക്തിയേറിയ രാജ്യങ്ങളാണ്. നോക്കിയേ, ഈ ഉൾപ്രാവണത്താൽ ഇവര് പോകും. അമേരിക്ക പോകും. അമേരിക്ക 2 കാരണങ്ങളാണ്. ഒന്ന്, അവരുടെ ഡോളർ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡൊണാൾഡ് ട്രംപ് വെനിസുലയിൽ നിന്നൊക്കെ ഓയിൽ എടുക്കുന്നതിന്റെ കാരണം പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ സീക്രട്ട് അജൻഡാസ് ഉണ്ട്. ഡോളറിന്റെ മൂല്യം നഷ്ടപ്പെടാതിരിക്കാനുള്ള കളികളാണ് ഈ നടക്കുന്നത്. വെനിസുലയിലെ എണ്ണയാണ് അവർക്ക് വേണ്ടിയത്, വേറെ ഒന്നുമല്ല. അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, അയാളാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് വെനിസുലയിലെ. നോക്കിയേ, രാഷ്ട്രീയ പോകുന്ന പോക്ക് നോക്കിയേ. എന്തിനാ? അവിടുന്ന് എണ്ണ വേണം. വെനിസുല എണ്ണ ഞങ്ങളാണ് കച്ചവടം ചെയ്തത്. അതിനുവേണ്ടിയാണ് അവിടുത്തെ ആളെ പിടിച്ചോണ്ട് പോയത്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, അമേരിക്ക വീക്കാകും, തർക്കമൊന്നുമില്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതിയാവും. ഞാൻ നേരത്തെ വാക്യം എടുത്ത് കാണിച്ചിട്ടുണ്ട്, വേണേ എടുത്തോ നിങ്ങൾ.
ഞാൻ കാണിക്കാം. ജെറമ്യാ പ്രവചനം, അമേരിക്ക പോകുമെന്നുള്ളതിന്റെ തെളിവ് യെരമ്യാ പ്രവചനം 30-ാം അധ്യായം. ഇസ്രയേൽ മടങ്ങി വരുന്നതും അവരുടെ മഹോപദ്രവ കാലഘട്ടവുമാണ് ആദ്യത്തെ 30-ാം അധ്യായം തുടങ്ങി അതിന്റെ 7-8 വാക്യം വരെ പറയുന്നത്. ഇത് പറയുമ്പോൾ അതിന്റെ 13-ാം വാക്യം നോക്കിയേ. 13-ാം വാക്യവും 14-ാം വാക്യവും, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. 14-ാം വാക്യം, നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറക്കും. UN നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അമേരിക്ക ആയിരുന്നല്ലോ അവരുടെ പക്ഷത്ത് നിന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചത്. ഈ സമയം വരുമ്പോൾ ആരുമില്ല. ഓക്കെ, നിന്റെ വ്യവഹാരം നടത്തുവാനും ആരുമില്ല, നിന്റെ സ്നേഹിതന്മാർ നിന്നെ മറക്കും. അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതിയാകും. 2 കാരണങ്ങളാണ്. 1, സാമ്പത്തിക തകർച്ച. 2, ഉത്പ്രാവണത്താൽ അവരുടെ നേതൃത്വം ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് പോകും. അമേരിക്കയിലാണ് ഇന്നും ബോൺ അഗെയിൻ പീപ്പിൾ ഏറ്റവും കൂടുതലുള്ളത്. അവർ പോയി കഴിയുമ്പോൾ ലീഡർഷിപ്പിന്റെ വാക്വം ആ രാജ്യത്തിനുണ്ടാകും. അന്ന് റഷ്യക്ക് ധൈര്യമുണ്ടാകും ഇസ്രായേലിനെ കയറി ആക്രമിക്കാൻ നേരിട്ട്. അവരുടെ കൂടെ ഈ ഭീകരവാദി രാജ്യങ്ങൾ കയറി ആക്രമിക്കും. ആക്രമിക്കുമ്പോൾ ഇന്ന് കാണുന്ന ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും യുദ്ധം ചെയ്യുന്നതായിട്ട് പറയുന്നില്ല, പക്ഷെ ശബ്ദം ഉയർത്തും പൊളിറ്റിക്സിൽ. നീ കൊള്ളയിടാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ടിടപെടും. നോക്കിയാട്ടെ, എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം നോക്കിയാട്ടെ, വായിച്ചു പോകാം. 18-ാം വാക്യം, ഇസ്രയേൽ ദേശത്ത് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായി ഇസ്രയേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീഷ്ണയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവുകളും കാട്ടിലെ മൃഗവും നിലത്തിലെ ഇടയാതി ഒക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുന്തൂക്കുകൾ വീണുപോകും, എല്ലാം അതിലും നിലംപരിചാകും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അതിന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ അവരുടെ മേൽ അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആനിപ്പഴവും തീയും ഗന്ധവും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്റെ മഹത്വം എന്നെ തന്നെ മഹത്വീകരിക്കും. പല ജാതികൾ കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹോവ എന്ന് അവരറിയും. ഇസ്രായേലിന്റെ നേരെ റഷ്യയും ഈ കൂട്ടരും വരുമ്പോൾ അതിഭയങ്കരമായി ഭൂകമ്പം ഉണ്ടായി. അന്യോന്യം വെടിവെച്ച് അവരവിടെ ചാകുമ്പോൾ ദൈവം ഉയരത്തുനിന്ന് കൽമഴകൾ പെയ്ച്ച് ഈ ശത്രുക്കളെ തകർത്ത് കളയും. പിന്നീട് നമ്മൾ 39-ാം അധ്യായത്തില് അവരെ കുഴിച്ചിടുന്നതും ഒക്കെയാ പറയുന്നത്. 1/6 ഗോഗിൽ ശേഷിക്കുള്ളൂ. 2-ാം വാക്യം, 1/6 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ നിന്നെ വീഴ്ത്തും എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈന്യങ്ങളായിരിക്കും അന്ന് ഇസ്രായേലിൽ വരാൻ പോകും. പക്ഷെ അവിടെ വെച്ച് ദൈവം ഇടപെട്ട് അവരെ തകർത്ത് കളയും. ഇതാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. യോവേൽ 2-ൽ, അതായത് മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗം. ആരംഭകാലത്തില് ഈ സമാധാന ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു ആ ആദ്യത്തെ 3.5 വർഷത്തിലായിരിക്കും യഹൂദന്റെ അടുത്ത ദേവാലയത്തിന്റെ പണി നടക്കുന്നത്. ആ പണി നടന്ന് 3.5 വർഷം കഴിയുമ്പോൾ അന്തിക്രിസ്തു അവരോടുള്ള ഉടമ്പടി ലംഘിക്കും. ആ സമയത്താണ് ഈ യുദ്ധം തുടങ്ങുന്നത്. സഹോദരന്മാരെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ദൈവവചനത്തിൽ കാലത്തിന്റെ അന്ത്യത്തിൽ നടക്കേണ്ട യുദ്ധത്തിന്റെ കാരണം അത് ഇന്ന് നിലനിൽക്കുന്നുവെന്ന് നമ്മൾ കണ്ടു. ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നു നമുക്ക്. അതായത് ഏതെല്ലാം രാജ്യങ്ങൾ ചേർന്നാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഏതെല്ലാം രാജ്യങ്ങളാണ് അതിനെ എതിർക്കുന്നതെന്നൊക്കെ ദൈവം പറഞ്ഞു തരണമെങ്കിൽ 2600 വർഷം മുമ്പ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, നമ്മുടെ കയ്യിലെ വചനങ്ങൾ എത്ര കൃത്യമാണ്. നമുക്ക് വളരെ ഭക്തിയോടെ കാലത്തിന്റെ അവസാനത്തെ മണിമുഴങ്ങുന്ന ഈ നാളുകളിൽ കർത്താവിനോട് അടുത്ത്